أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും റബ്ബിലേക്ക് യാത്ര തിരിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധമുള്ള നൗഷാദ് സാഹിബിന്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് സാന്ത്വനം നൽകി റബ്ബ് തുണക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സാദിഖ് സാഹിബിന്റെ ബന്ധു മച്ച ഹുസൈൻ സാഹിബ് വെന്റിലേറ്ററിലാണ് എന്നൊരു വാർത്ത കേട്ടിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപരി നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാകട്ടെ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ നമ്മുടെ സംസ്ഥാനം അതിനെ പ്രതിനിധീകരിക്കുന്ന പക്ഷിയായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ സാധാരണഗതി രണ്ടു തരം മറുപടികൾ ആളുകൾ പറയാറ്. അതിലൊന്ന്, വേഴാമ്പൽ മഴ പ്രതീക്ഷിക്കുന്ന, സമൃദ്ധി പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷിയാണ്. സമൃദ്ധിയുടെ അടയാളം എന്നതുകൊണ്ടാണ് വേഴാമ്പലിനെ നമ്മുടെ പക്ഷിയായി നിശ്ചയിച്ചതെന്ന് പറയാറുണ്ട്. രണ്ടാമത് പറയുന്ന ഒരു മറുപടി, വളരെ വേഗം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. പ്രത്യേകമായ പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പലിനെ തിരഞ്ഞെടുത്തത്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു ഉത്തരം ചിലപ്പോഴെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മറ്റു പക്ഷികൾക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഈ വേഴാമ്പലിനുണ്ട്. വേഴാമ്പൽ ഇണ ചേർന്ന് പെൺപക്ഷി മുട്ടയിടാനാകുമ്പോൾ ഒരു മലപ്പത്തിൽ ഈ പെൺപക്ഷിയെ ഇരുത്തിയിട്ട് മുട്ടക്കുമേലിൽ പെൺപക്ഷി അടയിരിക്കും. പെൺപക്ഷിയുടെ ഒരു ചുണ്ടു മാത്രം പുറത്തേക്ക് വരുന്ന തരത്തിൽ ആൺപക്ഷി തന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു സ്രവം ഉപയോഗിച്ചുകൊണ്ട് ഈ പൊത്തിന്റെ വാതിലടച്ചു. പെൺപക്ഷിക്ക് ഒരിക്കലും പുറത്തിറക്കാൻ കഴിയും. അതിന്റെ ചുണ്ടിങ്ങനെ വെളിയിടും. ആൺപക്ഷി കാടായ കാലം മുഴുവൻ
അലഞ്ഞു തിരിഞ്ഞ് പഴങ്ങളും മറ്റും കൊണ്ടുവന്ന് ഈ അടയിരിക്കുന്ന പെൺപക്ഷിക്ക് ഒത്തിരി വെളിയിലൂടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്ത് കഴിക്കും. അങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സന്ദർഭമാകുമ്പോൾ പെൺപക്ഷി ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം കേട്ടാൽ ആൺപക്ഷി വന്നിട്ട് കൂട് പൊളിച്ച് അമ്മയെയും മക്കളെയും പുറത്തിറക്കും. ഇതാണ് പെൺപക്ഷി വേഴാമ്പലിന്റെ ഒരു രീതി. ഇതിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആൺപക്ഷി ഇര തേടാൻ പോകുമ്പോൾ എങ്ങാനും മരിച്ചു പോയാൽ, ആരെങ്കിലും അതിനെ വേട്ടയാടിയാൽ, ഒന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും വിശന്ന് മരിച്ചു പോകും എന്നതാണ് പ്രശ്നം. നമ്മുടെ മനസ്സിൽ വലിയ നൊമ്പരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കിയാൽ വലിയ ഒരു കുടുംബ ബന്ധത്തിന്റെ ചേരുവകൾ അതിനുണ്ട്. ഒന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാതെ തന്റെ കുഞ്ഞുങ്ങൾക്ക് കാവലായിരിക്കുന്ന പെൺവേഴാമ്പൽ, കൂട്ടിലിരിക്കുന്ന ഇണക്കും മക്കൾക്കും വേണ്ടി കാടായ കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ആൺവേഴാമ്പൽ, അച്ഛൻ കൈമാറി അമ്മക്ക് കൊടുക്കുന്നത് പങ്കിട്ട് കഴിക്കുന്ന മക്കൾ, വളരെ ആർദ്രമായ ഒരു ബന്ധത്തിന്റെ അടയാളമാണ് വേഴാമ്പൽ. നമ്മൾ മലയാളികൾ കുടുംബത്തിന് അത്രയും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പലിനെ തെരഞ്ഞെടുത്തത് എന്ന് ചില വിശദീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം കുടുംബ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കുടുംബ കേസുകൾക്ക് വേണ്ടി മാത്രം, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായ കോടതികൾ സ്ഥാപിക്കപ്പെട്ട വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കേരളമാണ്. കല്യാണങ്ങളൊക്കെ പങ്കെടുത്ത് വീട്ടിൽ വന്ന് ബിരിയാണിയുടെ മണം മാറുന്നതിന് മുമ്പ് വിവാഹമോചനം നടക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുമ്പോൾ ഉമ്പമുണ്ടാകും കുടുംബത്തിൽ എന്നാണ് ആളുകൾ പറയുക. പക്ഷെ നമ്മുടെ പത്രമുളക് മാത്രം ഒന്ന് അരിച്ചു പറക്കി നോക്കിയാൽ മതി, കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അനുഭവം. വിശുദ്ധ ഖുർആനിൽ ഒരു ജീവിയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അങ്ങനെ ഒരു കുടുംബം ആവരുത് എന്നും അള്ളാഹു നമ്മോട് ഉണർത്തുന്നത് കാണാൻ കഴിയും. അത് ചിലന്തിയുടെ കുടുംബമാണ്. ഖുർആൻ പറയുന്നു, ചിലന്തിയുടെ ഉദാഹരണം നിങ്ങൾ പഠിക്കണം. അതിനൊരു കുടുംബമുണ്ടായി. ചിലന്തിയുടെ കുടുംബമാണ് ഏറ്റവും ദുർബലമായ കുടുംബം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ചിലന്തിയുടെ കുടുംബം, ചിലന്തിയുടെ വീടെന്ന് പറയുന്നത്, കുടുംബം തന്നെ ഖുർആൻ പറയാം, ബൈത്ത് വീടെന്ന് പറയുന്നത് അത്ര ദുർബലമൊന്നുമല്ല. ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു തുമ്പിയെ കുലുക്കിയിടാൻ പറ്റുന്ന, കുടുങ്ങിയാൽ ഊടിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ ഉറപ്പുള്ളതാണ് ചിലന്തിയുടെ വന എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഖുർആൻ പറയുന്നത് ഇന്ന ഔഹനൽ ബുയൂത്തിലെ ബൈത്തുൽ അംഗം, ഏറ്റവും ദുർബലമാണ് ചിലന്തിയുടെ കുടുംബം എന്നത്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു അത്ഭുതം നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ ബൈത്ത് എന്ന് പലപ്പോഴും പ്രയോഗിക്കുന്നത് വീടിനെ കുറിച്ചല്ല, കുടുംബത്തെ കുറിച്ചിട്ടാണ്. അറബി ഭാഷയിൽ വഹ്ന് എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികമായ വസ്തു ദ്രവിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, ഒരു ആശയം ദ്രവിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടാണ്. അള്ളാഹ് പറയുന്ന ഏറ്റവും ദുർബലമായ കുടുംബമാണ് ചിലന്തിയുടെ. എന്താന്ന് മനസ്സിലായത്? പെൺചിലന്തി ആൺചിലന്തിയുമായി ഇണചേർന്ന് പെൺചിലന്തി മുട്ടയിട്ടാൽ ആദ്യം ചെയ്യുന്നത് തന്റെ ആൺചിലന്തിയെ തിന്നുകളയും. അഥവാ
ഭാര്യ ഭർത്താവിനെ തിന്നുകളയും. ഈ ചിലന്തിയുടെ വയറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അതിന്റെ മുട്ടയിൽ 100-നും 110-നും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യപ്പെട്ട ഭക്ഷണം പരസ്പരം കൊന്നു തിന്നുക എന്നതാണ്. ഒരു ചിലന്തി മുട്ട വിരിഞ്ഞു വരുമ്പോ 5-6 വിരലിൽ എണ്ണാവുന്ന ചിലന്തികൾ മാത്രമേ ഉണ്ടാകൂ. ഈ കുഞ്ഞുങ്ങൾ പരസ്പരം തിന്നിട്ടാണ് അത് വളരുക. ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് ആ മുട്ട ഇങ്ങനെ ദ്രവിച്ച് അമ്മയുടെ വയറ് കാന്തി അമ്മയെ കൊന്നിട്ടാണ് ഈ ചിലന്തി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക. ആലോചിച്ചു നോക്ക്, തന്റെ ഇണയെ തിന്നുന്ന പെൺചിലന്തി, പരസ്പരം തിന്നുന്ന മക്കൾ, അമ്മയെ തിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ. ഖുർആൻ പറയുന്നു, ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അഖ്റബ്. ഏറ്റവും ദുർബലമായ കുടുംബമാണ് ചിലന്തിയുടെ. ഞാൻ പറഞ്ഞ വേഴാമ്പലിന്റെ കുടുംബത്തിനപ്പുറത്ത് ചിലന്തിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന, ചിലന്തി കുടുംബങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായി നാം ആലോചിക്കേണ്ട ഒരു വിഷയം. കുവൈത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ചിന്തകനുണ്ട്, അബ്ദുള്ള നുഫൈസി. അദ്ദേഹം പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ഒരു 10-20 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇനി ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക കുടുംബത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലായിരിക്കും. വളരെ കൃത്യമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കൂ, കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബത്തെ തകർക്കുന്ന ഒരുപാട് ആശയങ്ങൾ കടന്നു വരുന്നു. പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നു, ഞങ്ങൾ സ്വതന്ത്രരായി ജീവിച്ചുകൊള്ളാമെന്ന് പറയുന്നു. ആൺകുട്ടികൾ വിവാഹം കഴിഞ്ഞാൽ 3-4 മാസം അല്ലെങ്കിൽ 6 മാസം 7 മാസം കഴിയുമ്പോൾ വിവാഹമോചനം വർദ്ധിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വർദ്ധിച്ച വിവാഹമോചനത്തിന്റെ 18% വർധനമാണ് മുൻ വർഷത്തെക്കാൾ ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ മാത്രം ഒരു പ്രതിഭാസമല്ല. അബ്ദുള്ള നഫീസ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രണം 20 വർഷം മുമ്പാണ് അദ്ദേഹം പറയുന്നത്, കുടുംബത്തെ തകർക്കാനായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര പണ്ഡിത സഭയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഖത്തറിൽ വെച്ച്. അതില് സുഡാനിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഒരു ഡോക്ടർ, അവരൊരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധത്തിന്റെ ടൈറ്റിൽ കുടുംബത്തെ തകർക്കാൻ വേണ്ടി മാത്രം അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, UN അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഓരോരോ നിയമങ്ങൾ നമുക്കറിയാം. നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി കുരുത്തക്കേട് കാണിച്ചാൽ അധ്യാപകനെ ശിക്ഷിക്കാൻ പറ്റില്ല. വടിയെടുത്താൽ അധ്യാപകനെതിരെ കേസാണ്. കേരളത്തിലെ പോക്സോ കേസുകൾ വനിതാ കമ്മീഷന് മുന്നിൽ ഒരു പരാതി പറഞ്ഞാൽ, ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസായി ഏതൊരാളെയും അകത്തിടാൻ പറ്റും. തിരിച്ചും സംഭവിക്കും. തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം കോടതി വക്കീല് തന്നെ ആ കേസ് ഏറ്റെടുത്ത് ഞാൻ നിങ്ങൾക്ക് ഇത്ര തുക വാങ്ങിച്ചു തന്നാൽ എന്ന് പറഞ്ഞ് മുൻകൂട്ടി ഫിക്സ് ചെയ്ത് ഈ ഭർത്താവിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ചമച്ച് വിവാഹം മോചിതരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അനുഭവം നമുക്ക് ചുറ്റും. ലോകത്തിന്റെ ഏറ്റവും വലിയ ടാർഗറ്റുകളിൽ ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഏറ്റവും അധികം ഗൗരവത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് കുടുംബം എന്ന് പറഞ്ഞതാണ് നമ്മോട്. കുടുംബം ചെറിയ കാര്യമൊന്നുമല്ല. എന്താണ് കുടുംബം എന്ന് പറയുന്നത് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത് ഖുർആനിലെ ഒരുപാട് പ്രവാചകന്മാരുടെയും സത്യവിശ്വാസികളുടെയും പ്രാർത്ഥനകൾ പറയുന്നുണ്ട്.
ഈ കൂട്ടത്തിൽ വളരെ സവിശേഷമായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഫിർഔന്റെ ഭാര്യ, ഫിർഔന്റെ ഭാര്യയുടെ പ്രാർത്ഥന കൂടാൻ പറയുന്നത്, അവർ പറഞ്ഞു, ഇൽക്കാലത്ത് ഫിർഔന്റെ ഭാര്യ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ എനിക്ക് സ്വർഗത്തിൽ ഒരു ബൈത്ത് നീ പണിതു തരണമേ എന്ന്. വേറെ ആരെ പ്രാർത്ഥന പറയുമ്പോഴും അത് പറയുന്നില്ല. ലോകത്തിൽ ജനവാസം ഉണ്ടായിരുന്ന 3 പ്രദേശത്തിന്റെ അധിപനായിരുന്നു ഫിർഔൻ. അവരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അപ്പൊ പിന്നെ അവരുടെ കൊട്ടാരങ്ങൾ എങ്ങനെ ഉണ്ടാവും? ആ കൊട്ടാരത്തിലാണ് ഫിറൗന്റെ ഭാര്യ ജീവിച്ചത്. എന്നിട്ടും അവർ അള്ളാഹുവോട് പറയുന്നത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ, ഈ കാണുന്ന കൽച്ചുമരും ഈ കാണുന്ന കെട്ടിടവും എനിക്ക് കുടുംബവുമായി അനുഭവപ്പെടുന്നില്ല റബ്ബേ, എനിക്ക് നീ പരലോകത്ത് ഒരു കുടുംബത്തെ തരയണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭൂമിയിൽ കിട്ടാത്ത കുടുംബത്തെ സ്വർഗത്തിലെങ്കിലും തരയണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ബൈത്ത് എന്ന് പറയുന്നത് 4 വീട് 4 ചുമരും മേൽക്കൂരയും ചേരുന്ന ഒരു എടുപ്പിന്റെ പേരല്ല. കുടുംബം എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയത്തിന്റെ പേരാണ്. അതാണ് അവരത് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസിയുടെ പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ കുടുംബം തരുന്നത് പോലെ പരലോകത്തും ഞങ്ങൾക്ക് കുടുംബമായി ജീവിക്കാനുള്ള അവസരം തരണമേ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം ഉത്തരം നൽകുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്റെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എങ്ങനെയാണ് കുടുംബം ഉണ്ടായത്? ഈ ഭൗതികന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ പറയുന്നു, കുടുംബം എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റാണ്. സാക്ഷാൽ കാറൽ മാർക്സ് പറയുന്നത്, മനുഷ്യരാശിയുടെ വളർച്ചയിൽ എപ്പോഴോ അവനിലേക്ക് വന്നു ചേർന്നതാണ് കുടുംബം എന്ന്. കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം തന്നെ എങ്ങനെയാണ്? കുടുംബം എന്ന് പറയുന്നത് മനുഷ്യരുടെ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ കൂട്ടുകൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, അവന്റെ കൂടെ കൂടി, അങ്ങനെ കൂടി മക്കളുണ്ടായി. അങ്ങനെ കുടുംബം ഏതോ ഒരു സന്ദർഭത്തിൽ മനുഷ്യരിലേക്ക് വന്നു ചേർന്നതാണ് കുടുംബം എന്നവർ പറയുന്നത്. മാർക്സിനെ കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല്, കാറൽ മാർക്സിന്റെ വീക്ഷണത്തിൽ ലോകത്തിലെ സകലമായ ഫിത്നയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്താണ്. അപ്പൊ ഈ സ്വകാര്യ സ്വത്തിനെ കുറിച്ച് മനുഷ്യന് ചിന്ത ഉണ്ടാകാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ കുടുംബം ഉണ്ടായത് മുതലാണ്. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുട്ടികൾ എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ അതിൽ നിന്നാണ് സ്വകാര്യ സ്വത്ത് ഉണ്ടായത്. അത് കമ്മ്യൂണിസം പറയുന്നതിന് അങ്ങനല്ലേ? സ്വകാര്യ സ്വത്തില്ലാത്ത, എല്ലാം കോമൺ ആകുന്ന, എല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആകുന്ന ഒരു ലോകം, അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എല്ലാം എല്ലാവരുടേതുമാകുന്ന ഒരു ലോകം എന്നാണ്. ആർക്കും സ്വന്തമായി ഒന്നുമില്ലാത്ത, എല്ലാം സ്റ്റേറ്റിൻ്റെതാകുന്ന, എല്ലാം എല്ലാവരുടേതാകുന്ന കാലം. ഇങ്ങനെ എപ്പോഴോ ഒന്ന് കയറിയതാണ് കുടുംബം. അതുകൊണ്ട് ഈ സ്വകാര്യ സ്വത്തില്ലാതാവണമെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ബോധം ഉണ്ടാവരുത് എന്നാണ് അവർ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ ഇസ്ലാം 2 തിരുത്തുകൾ പറയുന്നുണ്ട്. ഇസ്ലാം ഒന്നാമത് തിരുത്തിയത്, ഒരു മനുഷ്യന് എന്റേത് എന്ന് പറയാൻ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ഒരു അപരാധമല്ല, അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ആഗ്രഹമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്വന്തമായി ചിലത് മനുഷ്യനുണ്ടാവണം. നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ പേന ആരുടെതാണ്? ഞാൻ പറയും ഈ പേന എന്റേതാണെന്ന് ഞാൻ പറയൂ. എല്ലാവരുടേതാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഈ സത്ത് എല്ലാവരുടേതുമല്ല. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എനിക്ക് എന്റെ മക്കളുണ്ട്, എനിക്ക് എന്റെ കുടുംബമുണ്ട്. ഇത് മനുഷ്യന്റെ വളരെ നൈസർഗികമായ ആഗ്രഹമാണ്. ഇതിനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതത്തെ ഇല്ലാതാക്കുക. അതാണ് സോവിയറ്റ് റഷ്യയിൽ സംഭവിച്ചത് എന്ന് മിഖായിൽ ഗോർബച്ചേവ് പറയുന്നുണ്ട്. കുടുംബസ്വത്ത് അപ്പൊ അതൊരു അപരാധമല്ല എന്നുള്ള പറയുന്നു. അള്ളാഹു പഠിപ്പിക്കുന്ന, ദീനി പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ തിരുത്ത്,
മനുഷ്യരാശി ഇങ്ങനെ വളർന്നു വന്നപ്പോൾ എപ്പോഴോ വന്ന് കൂടിച്ചേർന്നതല്ല കുടുംബം. അങ്ങനല്ല കുടുംബം ഉണ്ടായത്. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നൽകുന്ന അതേ ഉത്തരം തന്നെയാണ് ലോകത്തിലെ ഒന്നാമത്തെ കുടുംബനാഥൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നൽകുന്ന മറുപടി. അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹ് ഒരു നഫ്സ്, ഒരു ആത്മാവിനെ പടച്ചു. ആ പടച്ചപ്പോ തന്നെ അള്ളാഹ് ചെയ്തെന്താ അറിയോ? അതിനൊരു ഇണയും ഉണ്ടാക്കി. വഖലഖ മിൻഹാ സൗജഹാ. ആ നഫ്സിൽ നിന്ന് തന്നെ അള്ളാഹു അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ. അതിൽ നിന്നാണ് ഈ മനുഷ്യന്മാരൊക്കെയും ഉണ്ടായത്. വത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ നിസായിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. മനുഷ്യന്മാരിങ്ങനെ വളർന്നു പോയപ്പോ എപ്പോഴും കയറി വന്നതല്ല കുടുംബം. അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ താല്പര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത്. അറബി ഭാഷയിൽ കുടുംബത്തിന് പറയുന്ന പദങ്ങൾ പലതുമുണ്ട്. പക്ഷെ ഖുർആൻ കുടുംബത്തെ കുറിച്ച് പറയാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പദം റഹ്മ് എന്നാണ്. നിങ്ങൾ റഹ്മുകളെ സൂക്ഷിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. റഹ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് റഹ്മത്താണ്, കാരുണ്യം. കാരുണ്യത്തിൽ നിന്നാണ് കുടുംബം ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യം റഹ്മത്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരുപാട് പദങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടായിട്ടും റഹ്മി എന്ന സവിശേഷമായ പ്രയോഗത്തിലൂടെ കുടുംബത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ റഹ്മിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. റഹ്മിന് മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗർഭാശയം എന്നാണ് റഹ്മിന്റെ മറ്റൊരർത്ഥം. ഗർഭപാത്രത്തിന് റഹ്മ എന്നാണ് അറബി പറയുക. അള്ളാഹു പറയുന്നുണ്ട്, ഈ പേര് ഞാൻ സ്വന്തം ഇട്ടതാണെന്ന്. ഖലഖ്തുർ റഹ്മ വശഖഖ്തു ലഹാ മിൻ ഇസ്മി. ഞാൻ തന്നെ തീരുമാനിച്ചതാണ് റഹ്മ എന്ന് പേരിട്ടത്. എന്താ ഈ ഗർഭപാത്രത്തിന്റെ പ്രത്യേകത എന്നറിയോ നിങ്ങൾക്ക്? നമ്മളാരും ജനിച്ചു വരുമ്പോ സ്വസ്ഥമായി ശ്വസിക്കാനും വായു സഞ്ചാരം ശ്വസിക്കാനും നടക്കാനും ഇരിക്കാനും ഒന്നും കഴിവില്ലാത്ത മനുഷ്യരായിരുന്നല്ലോ. ഒന്ന് കരയാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല ഗർഭപാത്രത്തിൽ വെച്ച്. ആ കുഞ്ഞെങ്ങനെ ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ അവന് വേണ്ടുന്ന ആഹാരം അവൻ അറിയാതെ അവനിലേക്ക് അവന് വിശ്വസിക്കാനുള്ള ശ്വാസം വായു അവനിലേക്ക് അറിയാതെ എത്തും. ഈ അമ്മ കുനിയുമ്പോഴും നൂരുമ്പോഴും ചെരിയുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആ ഇളക്കമൊന്നും ഈ കുട്ടിക്കറിയാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ദ്രവത്തിന്റെ രൂപത്തിൽ ഇവനെ അതിൽ സംരക്ഷിക്കും. ഒരു കുഞ്ഞ് വളരാൻ വേണ്ടി ആ കുഞ്ഞിനോട് കാണിക്കുന്ന പരിലാളനയും ശ്രദ്ധയും പരിഗണനയും, അതാണ് റഹ്മ എന്ന് പറയുന്നത്. അള്ളാഹ് അത് തന്നെയാണ് കുടുംബത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ വളർത്തപ്പെടേണ്ട ഒരു സാധനം. നമ്മൾ നമ്മുടെ ബിസിനസ് ശ്രദ്ധിക്കാൻ പല കാര്യങ്ങളും ചെയ്യും. നമ്മുടെ തൊഴിലിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കും. അതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൂടും, രാപ്പകൽ കാണാതിരിക്കും, രാപ്പകൽ അതിനുവേണ്ടി പണിയെടുക്കും. അത് പറഞ്ഞ അതുപോലല്ല, അതുക്കും മേലെ. ഒരു ഗർഭപാത്രത്തിൽ കുട്ടി എങ്ങനെ പരിരക്ഷിക്കപ്പെടുന്നുവോ അതേ പരിലാളനയും ഗൗരവവും പ്രാധാന്യവും കൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ടുന്ന, കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് കുടുംബം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റബ്ബ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് വളരെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിന്റെ സിംഹാസനത്തോട് ചേർത്തിട്ടാണ് ഞാൻ കുടുംബത്തെ വെച്ചിട്ടുള്ളത്. എന്റെ സിംഹാസനത്തോട് ചേർത്തിട്ടാണ് ഞാൻ കുടുംബത്തെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആരാണോ ഈ കുടുംബത്തെ പരിഗണിക്കുന്നവൻ അവനെ ഞാൻ പരിഗണിക്കും. ആരാണോ ആ ബന്ധത്തെ കുടുംബത്തെ പരിഗണിക്കാത്തത്, അതിനെ ഛിന്ന ഭിന്നമാക്കുന്നത്, അവനോട് ഞാനും ബന്ധം വിച്ഛേദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും.
അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ വിവാഹബുദ്ധി പറയുമ്പോ വിവാഹമോചനം അർശിനെ വിറപ്പിക്കുമെന്ന് ഉസ്താദുമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി. അള്ളാഹു പറയുന്നത്, നിങ്ങൾ എങ്ങനെ എന്നെ സൂക്ഷിക്കുന്നു, നിങ്ങളുടെ രഹസ്യമായ ജീവിതത്തിൽ നിങ്ങൾ എന്നെ കാത്തു സൂക്ഷിക്കുന്നു, നിങ്ങളുടെ പരസ്യമായ ജീവിതത്തിൽ നിങ്ങൾ എന്നെ കാത്തു സൂക്ഷിക്കുന്നു, എന്റെ വിധിവിലക്കുകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ പറയാം, നിങ്ങൾ എന്നെ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുടുംബത്തെ സൂക്ഷിക്കണം. നിങ്ങളെ വിചാരണ ചെയ്യുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഞാനിത് നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ ചേർന്ന് മക്കളുണ്ടായി കുടുംബമുണ്ടായി പോകുമ്പോ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും എന്റെ മേൽനോട്ടം നിങ്ങളുടെ കുടുംബത്തിന് മേലുണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരാണ് സത്യവിശ്വാസത്തിന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടിയാണ് വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു അയ്യുസ്ല. ബന്ധങ്ങളെ ചേർക്കുന്നവനാണ് വിശ്വാസം. എന്താണ് ഫസാദ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതഖത്തഉ അർഹാമകും അവ തഖത്തഉ അർഹാമകും. ഭൂമിയിലെ ഫസാദ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിക്കലാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പണ്ട് നമുക്കൊക്കെ അനുഭവമുള്ള ഒരു കൂട്ടുകുടുംബമുണ്ട്. നിങ്ങളൊരു നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മോന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പത്തിലെ നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബോധമുണ്ട്. സ്കൂളുകളിൽ, നഴ്സറി സ്കൂളുകളിൽ എഫ് എന്ന അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിയുടെ ചിത്രം കൊടുക്കും. ഫാമിലിയുടെ ചിത്രത്തിൽ ആരാണത്? ഒരു അച്ഛൻ, ഒരു അമ്മ, കവിഞ്ഞാൽ 2 മക്കൾ. എന്നിട്ട് പറയും, ഇതാണ് നിന്റെ ഫാമിലി, ഇതാണ് കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്ന ഫാമിലി. അപ്പൊ ഇതിന്റെ വല്ലുമ്മായോ അത് കുടുംബത്തിന് പുറത്ത്, വല്ലുമ്മായോ അത് കുടുംബത്തിന് പുറത്ത്, അമ്മായിമാരും മാമമാരുമോ അത് കുടുംബത്തിന് പുറത്ത്, കൊച്ചുമ്മമാരും മൂത്തുമ്മമാരോ അത് കുടുംബത്തിന് പുറത്ത്. ഇതൊന്നും കുടുംബമല്ല. എങ്ങനെ എത്ര ചുരുക്കാൻ കഴിയുമോ അത്രയും ചുരുക്കാൻ പറ്റുന്ന, ഏറ്റവും ചുരുക്കി മനുഷ്യനെ ഏറ്റവും ഒതുങ്ങിയ ഒരിടമാക്കി മാറ്റുന്ന അനുകുടുംബങ്ങളുള്ള ഒരു കാലമാണ് നമ്മൾ. വളരെ ബോധപൂർവ്വം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നീ നിന്റെ കുടുംബത്തെ നോക്കണം എന്ന് പറയുമ്പോ എന്റെ വല്ലുപ്പ അതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, വയ്യാതെ കിടക്കുന്ന എന്റെ മാമ അതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, എന്റെ സഹായം ആവശ്യമുള്ള എന്റെ അപ്പച്ചിയോ അല്ലെങ്കിൽ എന്റെ മൂത്തുമ്മയോ എന്റെ കൊച്ചുമ്മയോ അതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഈ ബോധം വളരെ ചെറുപ്പത്തിലെ ആസൂത്രിതമായി നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പൊ പറഞ്ഞ നല്ല കുടുംബം. നിങ്ങളോട് നിങ്ങൾക്ക് വിട്ടുപരിയാൻ കഴിയാത്ത വിധത്തിൽ ചേർക്കപ്പെട്ടവർ. അതിന് ഖുർആൻ പറയുന്നത് 2 തരത്തിൽ നിങ്ങളെ ചേർത്തിട്ടുണ്ട്. ഒന്ന് രക്തബന്ധത്തിലൂടെ, 2 വൈവാഹിക ബന്ധത്തിലൂടെ. വിവാഹബന്ധത്തിലൂടെ നമ്മൾ സാധാരണ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനെ സ്വന്തം ബന്ധുവായി തന്നെ പരിഗണിക്കണമെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താ പറയുക? രക്തബന്ധത്തിലുള്ളവരെ പരിഗണിക്കുന്ന അതേപോലെ പരിഗണിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് കുടുംബ ബന്ധത്തിലും വിവാഹബന്ധത്തിലുമുള്ളവർ. ഈ 2 ബന്ധങ്ങളെ പരിഗണിക്കുന്നവരാണ് വിശ്വാസി എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. 2 കൂട്ടരെയും ചേർത്തിട്ട് ഖുർആൻ പറയുന്നു. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. എന്താണ് കുടുംബത്തെ പരിഗണിച്ചെങ്കിൽ സംഭവിക്കുക എന്നതിന് അല്ലാഹുവിന്റെ മറുപടി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസ്ൽ റഹ്മഹു. നിങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ അതിലെ ഏറ്റവും വലിയ അടയാളം അവന്റെ കുടുംബ ബന്ധത്തെ പരിഗണിക്കുന്നു എന്നതാണ്. നമ്മുടെ ആളുകൾ നമസ്കരിക്കാൻ പള്ളിയിൽ വളരെ സജീവമാണ്, പക്ഷെ സ്വന്തം ബന്ധുക്കളോട് ഒരു മിണ്ടൂല. അവരുടെ പ്രശ്നങ്ങളാണ്. വാപ്പയെ പരിഗണിക്കാത്തവർ, ഉമ്മയെ പരിഗണിക്കാത്തവർ, ഉമ്മ പുഴുവരിച്ച് കടന്നിട്ട്
തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ടായ കഥ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നമ്മൾ കേട്ടത്. അയൽക്കാർ വന്ന് നോക്കുമ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ 2 മക്കളുണ്ടായിരിക്കും, ഒരു ഉമ്മ പുഴുവലിച്ച് മരിച്ചുപോയി. ശരിക്കും പുഴുവലിച്ചത് ആ ഉമ്മയുടെ ജഡമായിരുന്നില്ല, ഈ മനുഷ്യരുടെ മനസ്സായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ അള്ളാഹ് പറയാൻ, നിങ്ങൾ എന്താ, നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നതിന്റെ അടയാളം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹ്മഹു. ആർക്കെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ അവൻ തന്റെ ബന്ധത്തെ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ. റസൂലുള്ളാഹി വീണ്ടും വിശദീകരിക്കുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ. ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ വിചാരിക്കും, അല്ലെ? അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കുന്നതിന്റെ ഫലം, അത് മുറിക്കുന്നതിന്റെ ഫലം, അത് അള്ളാഹ് പരലോകത്തേക്ക് മാത്രമല്ല ഭൂമിയിൽ നമ്മൾ അന്വേഷിച്ച് നോക്കി നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂൽ പറയാണ്, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ഒരുത്തനെ അവന്റെ അന്നം മുട്ടാതിരിക്കാൻ, ആഹാരം കിട്ടാൻ, റിസ്ഖ് കിട്ടണമെങ്കിൽ, സന്താന പരമ്പരകൾ ഉണ്ടാകണമെങ്കിൽ അവൻ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ. കുടുംബബന്ധം മുറിക്കുന്നവൻ, കുടുംബത്തെ ശ്രദ്ധിക്കാത്തവൻ അള്ളാഹുവിന്റെ റിസ്ഖിന് അർഹനല്ല, അവന്റെ വംശം നിലനിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും മനുഷ്യന്റെ കാര്യങ്ങളെ ശിക്ഷ പരലോകത്തേക്ക് അള്ളാഹു മാറ്റി വെക്കാറുണ്ട്. അള്ളാഹ് പറയാണ്, എന്നാൽ കുടുംബത്തെ പരിഗണിക്കാത്തവന്റെ, കുടുംബത്തെ ഒപ്പം നിർത്താത്തവന്റെ, അവന്റെ കാര്യം ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർപ്പാക്കും. മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജല അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയ ഖതിഅത്തുർ റഹ്ം. അല്ലാഹു ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ വേഗം തീർപ്പ് കൽപ്പിച്ച് ശിക്ഷ വിധിക്കുന്ന, പരീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ വരുത്തിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഖുർആൻ പറയുന്ന കുടുംബത്തെ കുറിച്ച് ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കനൻ. വീടെന്ന് പറയുന്നത് സ്വസ്ഥതയുടെ, വീട്ടുകാരനും വീട്ടുകാർക്കും സ്വസ്ഥത കിട്ടുന്ന ഇടമാണ് വീട് എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കനൻ. അല്ലാഹു നിങ്ങളുടെ വീടകങ്ങളിൽ ശാന്തിയും സമാധാനവും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകുന്ന ഒരു സാധനമാണ്. നാളെ പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളത് ആലോചിച്ച് നോക്ക്, നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ ഭാര്യ നരകത്തിൽ പോകുന്നതിനെ കുറിച്ച്, നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ നോക്കി വളർത്തിയ മക്കൾ നരകത്തിൽ പോകുന്നതിനെ കുറിച്ച്, നമ്മൾ നരകത്തിൽ പോകുമ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെ മാത്രമല്ല കേട്ടോ നോക്കേണ്ടത്, ഞാൻ എന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത്. വഅഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ കൂടി നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം എന്ന് റബ്ബ് നമ്മോട് ഉണർത്തുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസിയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പഠിപ്പിച്ചത്, ربنا أدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم. പടച്ചവനെ, എന്നെ മാത്രമല്ല, എന്റെ മാതാപിതാക്കൾ, എന്റെ ഇണകൾ, എന്റെ സന്താനങ്ങൾ, അവരുടെ പരമ്പരകളെ കുടുങ്ങി സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.